നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് അധികൃതർ പറയുന്നുണ്ട്. അതിനു മുൻപ് ദീപക് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ ആ നിയന്ത്രണം തുടരുന്നുണ്ടോ? അതായത് കുറെ കൂടി വ്യക്തത കൈവന്നിരിക്കുന്നു ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 8ാം നിലയിൽ രോഗികളുണ്ടായിരുന്നു. ആ രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നത് ഈ 9ാമത്തെ നിലയിലാണ്. ഈ 9ാമത്തെ നിലയിലെ ഈ ബ്ലോക്കിന്റെ പുറത്തുള്ള, അതായത് AC പ്ലാന്റിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കുന്നത്. ഇത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് സാറേ ഇപ്പം എന്നാ സംഭവിച്ചെന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ തീയെ കാണുന്നുള്ളൂ. പക്ഷെങ്കിൽ ആരും നമ്മളെ തടയാനോ പിടിക്കാൻ, നമ്മളെല്ലാവരും ഒന്നിച്ച് ഫസ്റ്റ് ഉള്ളതിനെ കൊണ്ട് തീ കെടുത്താനുള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അത് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ആരും ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഇത് ചെയ്യാനും പിടിക്കാൻ നമ്മളെല്ലാവരും അല്ല, ഇത് ഏറ്റവും ഇതിന്റെ മേലില്ല. ആരും രോഗികളെല്ലാം തായലൊന്നും അറിയില്ല. നമ്മൾ കേട്ടിട്ട് നമ്മൾ വന്ന് നമ്മൾ കഴിയുന്നതായി ഇതായി. ഇപ്പം തീയെല്ലാം അണഞ്ഞിട്ടുണ്ട്. കഴിയുന്നതും നമ്മളെല്ലാവരും സഹായിച്ചിട്ട് ഇതാക്കി. ഇതൊരു ഹോസ്പിറ്റലാണ്. തീ പിടിച്ചതിന്റെ ടൈം നമ്മളിത് പറഞ്ഞു കേട്ടിട്ട് എല്ലാരും ഓടുമ്പോ വന്ന് 9:20 അതിനൊരു 10 മിനിറ്റ് മുമ്പ് സംഭവിച്ചിരിക്കണം. അതെ, ജീവനക്കാരാകണ്ടിരിക്കും. എന്തായാലും ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണ്. ചേട്ടാ ഒന്ന് വരോ ഒറ്റ മിനിറ്റ്. ഇത് ചേട്ടൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. തീപിടുത്തം കണ്ട ഇവിടെ സെക്യൂരിറ്റിക്കാർ ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വരുമ്പോ തായലാണ് തീ. ഈ ഫ്ലോറിൽ കാണുന്ന എന്തിനോ ആണ് തീ പിടിച്ചത്. അപ്പോൾ പിന്നെ ഇത് ആളി കത്തുമല്ലോ. അതിന്റെ ടൈം തന്നെ നമ്മൾ കഴിയുന്നതും തീ കെടുത്താന്നു. പിന്നെ ഇവരെല്ലാം വരുമ്പോഴേക്ക് ഒരുവിധം മേലെയുള്ള പിന്നെ കുറച്ച് തീയുള്ള ഇതുള്ളൂ. എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞിനാ. അതിന്റെ ഇടയ്ക്ക് ഇതിലെ പൈപ്പും വെള്ളം കൊണ്ട് നമ്മൾ പണി നടക്കുന്നുണ്ട്. അങ്ങനെ പണി നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ ആൾക്കാർ, അതായത് നമ്മളെ പോലെയുള്ള ആൾക്കാരേ ഉള്ളൂ. നമ്മളിവിടെ ഉള്ള ഇതൊന്നുമല്ല, ജോലിക്കാരല്ല. നമ്മളിവിടെ പേഷ്യന്റിന്റെ കൂടെ വരുന്ന ആൾക്കാർ. നിങ്ങളിവിടെ ബൈസ്റ്റാൻഡറാണ്. എന്റെ ഫാദർ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നതാ. പക്ഷെ വേറെ ഇവിടെ ആരും തടയാനും പിടിക്കാനും അങ്ങനെയൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും പറയാനും പാടില്ല. കാരണം നമുക്ക് അനുഭവിച്ചതേ നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോ ഫസ്റ്റ് ഒരു സീരിയസ് കണ്ട് നമ്മൾ എന്താ ചെയ്യാ, അത് ഇത് ചെയ്യും, അതാണ്. അതായത് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് ഇവിടെ രോഗിക്കൊപ്പം കൂട്ടിരിപ്പുകാരനായിട്ട് എത്തിയിട്ടുള്ള ആളാണ്. ഈ സംഭവം നടന്ന 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തീ ആളി കത്തുന്നത് കണ്ടു. ആ ഘട്ടത്തിൽ ഇവിടെ ആശുപത്രിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. തൊട്ടുപുറകെ തന്നെ ഫയർഫോഴ്സും കൃത്യസമയത്ത് എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഫയർഫോഴ്സും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഈ സംഭവം നടന്ന സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളും നമ്മളോട് അത് തന്നെയാണ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ രോഗികൾക്കോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ഭീതിപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഇവിടെ രോഗികൾ ഉണ്ടായിരുന്നത് 8ാം നിലയിലാണ്. അവിടെ നിന്നൊക്കെ രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ MK രാഘവൻ MP, അതുപോലെ തന്നെ BJPയുടെ സിറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിന്റെ ഏകദേശം 5ലധികം യൂണിറ്റുകളും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പുകയാണ് ഉയരുന്നത്. ആ പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഇപ്പോൾ ഇവിടെ ചെറിയ ബഹളമൊക്കെ കാണുന്നത് ഈ സംഭവം, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ രക്ഷാപ്രവർത്തനം, ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് നമ്മൾ ചിത്രീകരിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ഇവിടെ ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആ ചിത്രീകരണം തടഞ്ഞുകൊണ്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. അതിനെ തുടർന്ന് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു സംസാരമുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിലവിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ പുക ക്രമാതീതമായി ഉയരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന, പ്രവിത. ഷഹദ് റഹ്മാനാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രോഗികളെല്ലാം സുരക്ഷിതരാണ്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ രാവിലെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ എന്തായാലും അവിടെ കുറച്ച് തിക്കും തിരക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പലർക്കും ആശങ്കയുണ്ടാക്കും. എന്നാൽ ആശുപത്രി അധികൃതർ പറഞ്ഞത് 8ാം നിലയിൽ ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആശങ്കകളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. ഇനി തീപിടുത്തത്തിൻ്റെ കാരണം എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത്.
വേണ്ട സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം. അഗ്നിശമന സേനാംഗങ്ങൾ അതിവേഗം അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. കാരണം ഈ ആശുപത്രി കോഴിക്കോടിന്റെ നഗര ഹൃദയത്തിൽ തന്നെയുള്ള ആശുപത്രിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.